Hi dears, welcome to a dream online class for BCom and our subject BEDSB 101 Value Education. So, Value Education Block 3 Unit 1 Theories of Goodness. നമ്മൾക്കറിയാം ഗുഡ്നെസ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത്, നന്മയുള്ളത്, ശുദ്ധിയുള്ളത്, ശ്രേഷ്ഠമായത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഓരോരോ സന്ദർഭങ്ങളിൽ പലരും അവനവന്റെ അഭിപ്രായങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ പല തരത്തിലുണ്ട്. സം സ്റ്റേറ്റ്മെന്റ്സ് ടെൽസ് ഓൺലി ഫാക്ട്സ്. ചില സെന്റൻസുകൾ നമ്മൾ പറയുന്നത് അതിലൊരു എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരിക്കും. എന്നാൽ ചില സ്റ്റേറ്റ്മെന്റുകൾ വെറും കാര്യം മാത്രമല്ല, നമ്മളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മൾക്ക് ആ കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി ഈസ് എ ടോൾ മാൻ. അദ്ദേഹം ഒരു ഉയരമുള്ള മനുഷ്യനാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫാക്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിക്കും കണ്ടാൽ അറിയാം ഉയരമുള്ള വ്യക്തിയാണ്. എന്നാൽ ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഹീസ് എ ഹോണസ്റ്റ്, വെരി ഹോണസ്റ്റ്. അദ്ദേഹം വളരെ സത്യസന്ധനാണ്, അല്ലെങ്കിൽ അവൻ നല്ല കുട്ടിയാണ്. ഹീസ് എ ഗുഡ് ബോയ് എന്ന് നമ്മൾ പറയണം. അവൻ ഒരു നല്ല കുട്ടിയാണ്. ഇറ്റ്സ് എ പേഴ്സണൽ ജഡ്ജ്മെന്റ്. നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അവിടെ പറയുന്നത്. അവൻ നല്ല കുട്ടിയാണ്. ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും ആ കുട്ടിയെ നല്ല കുട്ടിയായി തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം ഗുഡ് എന്ന് പറയുന്ന വാക്ക് ഓരോ ആളുകളും ഉപയോഗിക്കുന്നത് അവരവരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ്. നല്ലത് എന്നുള്ളതിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടായിരിക്കും. ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ സ്വഭാവശുദ്ധിയുള്ളത്, വളരെ നല്ലതായത്, ഇതിനെ കുറിച്ചൊക്കെ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് നല്ലത് എന്ന് തോന്നുന്നതിനെയാണ് ആ വ്യക്തി നല്ലതായിട്ട് ചിത്രീകരിക്കുക. അപ്പൊ ഗുഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഓരോരോ സന്ദർഭങ്ങളിലും ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടനുസരിച്ചാണ്. അതായത് ഓരോ സ്കൂൾ ഓഫ് തോട്ടുകാരും അല്ലെങ്കിൽ ഓരോ വിഭാഗം ചിന്തകന്മാരും അവരുടെ അഭിപ്രായത്തിൽ നല്ലത് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എത്തിക്കൽ നാച്ചുറലിസം, ആ വ്യൂ പോയിന്റിലുള്ള ആളുകൾ പറയുന്നത്, അതായത് ഇപ്പൊ ഒരു നീതിശാസ്ത്രപരമായിട്ടൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ നല്ലത് എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ്സ് എൻ അപ്രൂവൽ അബൌട്ട് സംതിങ്. അപ്പൊ ഈ എത്തിക്കൽ നാച്ചുറലിസം പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി ഒരാളെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഒക്കെ നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ആ കാര്യത്തിനെ നല്ലതായി അംഗീകരിക്കുന്നു. It relates about only approval of that activity. For example, stealing is a bad habit or helping others is a good habit. നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കണം, അത് നല്ല ഒരാളുടെ ശീലമാണ് നമ്മൾ പറയാം. അപ്പോൾ we are approving that helping others is a good habit. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അവിടെ ഒരിക്കലും എന്തിനു വേണ്ടി സഹായിക്കണം, അല്ലെങ്കിൽ ഏത് സമയത്ത് സഹായിക്കണം, അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. പർപ്പസിനെ കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നത് പോലുമില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്, നല്ല കാര്യമാണ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്വഭാവം നമ്മൾക്ക് അറിയുന്നതാണ്. എന്തൊരു കാര്യവും രണ്ട് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഒന്ന്, ആ പറയുന്ന ആ ഒരു വാക്കിന്റെ അല്ലെങ്കിൽ വാചകത്തിന്റെ ആ അർത്ഥം മാത്രം അതേപോലെയാണ് കോപ്പി ചെയ്യാം. ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ഗുഡ് എന്ന് പറയുന്ന എത്തിക്കൽ ഗുഡ് ആയിട്ടുള്ള കാര്യം, അതായത് വളരെ നല്ലൊരു ആശയം ചില സന്ദർഭങ്ങളിൽ മോശമായി പോകാറുണ്ട്, നോൺ എത്തിക്കലായി മാറാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ സഹായിക്കണം. അപ്പൊ ഒരു വ്യക്തി ശരി മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് വളരെ നല്ല കാര്യം, അപ്പൊ ഞാനും സഹായിക്കും, ഇനി ഞാൻ ആരെ കണ്ടാലും സഹായം ആവശ്യമുള്ളവരെയൊക്കെ ഞാനും സഹായിക്കുമെന്ന് തീരുമാനിക്കും. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു ക്രിമിനല് വേറൊരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടു. അപ്പൊ ആ ആക്രമിക്കപ്പെട്ട വ്യക്തി പരമാവധി ചെറുക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ വിചാരിക്കാണ്, ഞാൻ ഇയാളെ സഹായിക്കട്ടെ, ആരെ, ക്രിമിനലിനെ. അയാൾ എന്തായാലും കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാളും പോയി സഹായിച്ച് ആ വ്യക്തിയെ, അതായത് ആ രണ്ടാമനെ വധിക്കാൻ ഇയാളെ സഹായിക്കുന്നു. അവിടെ അയാൾ സഹായിക്കുകയാണ് ചെയ്തത്.
ഹെൽപ്പിംഗ് അതേഴ്സ് ആണ് ചെയ്തത്. പക്ഷെ അതിന് നമ്മൾക്ക് എത്തിക്കലായിട്ട്, നീതിശാസ്ത്രപരമായി, ധർമ്മപരമായിട്ട് നമ്മൾക്ക് അത് നല്ലൊരു പ്രവൃത്തിയാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ വെറും ഒരു അപ്രൂവൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു അപ്രൂവൽ കൊണ്ട് മാത്രം ഒരു ആക്ടിവിറ്റിയും നല്ലതായി മാറുന്നില്ല. അവിടെ പർപ്പസിനു കൂടി കൺസിഡറേഷൻ നൽകണം. അപ്പൊ കുറെ കാര്യങ്ങൾ, കുറെ പ്രവൃത്തികൾ നമ്മൾ നല്ലതാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെവർ ടെൽ എ ലൈ, ഒരിക്കലും ഒരു നുണ പറയരുത്, നമ്മളോട് പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു സത്യം പറയാതിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും കളവ് പറയരുത് എന്നുള്ള വാചകം സ്വന്തം ജീവിതത്തിൽ അത്രയും വലിയൊരു പ്രിൻസിപ്പിളായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ അടുത്ത് അഭയം അന്വേഷിച്ചു വന്ന ആളാണെങ്കിലും നമ്മൾ ന്യായമാണോ അന്യായമാണോ ധർമ്മമാണോ അധർമ്മമാണോ എന്നൊന്നും നോക്കാതെ തന്നെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഞാൻ ഒരിക്കലും അത് പറയില്ല. കാരണം അയാളുടെ പ്രിൻസിപ്പിളിൽ അത് ഇല്ല, അത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും ഈ ഗുഡ് എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം പരിപൂർണമായും നമ്മൾക്ക് കറക്റ്റായി പ്രയോഗിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ ബീങ്സ് അഡോപ്റ്റ് റിവേഴ്സ് അപ്രോച്ചസ്. അതുകൊണ്ടാണ് അപ്പോ എത്തിക്കൽ നാച്ചുറലിസംകാർ പറയുന്ന ആ ഒരു അപ്രൂവൽ, ചില ആക്ടിവിറ്റീസ് ഇത് നല്ലതാണ് എന്ന് പറയുന്നത് എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാറില്ല. സോ എത്തിക്കൽ നാച്ചുറലിസം ഗുഡിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് എന്താണ് നമ്മൾ പറഞ്ഞു, അപ്രൂവൽ എന്നുള്ള ആശയം. ഇനി യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റ് ഉണ്ട്. അവരുടെ അഭിപ്രായ പ്രകാരം an act which is good must promote or tend to promote maximum happiness to maximum people. അപ്പോൾ ഈ യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റ് പ്രകാരം അവർ പറയുന്നത് ഒരു നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, പരമാവധി എത്ര മാക്സിമം ആളുകൾക്ക്, അതായത് നമ്മൾക്ക് കഴിയാവുന്ന അത്രയും ആളുകൾക്ക് മാക്സിമം ഹാപ്പിനെസ് നൽകുന്നതായിരിക്കണം. എത്രത്തോളം സന്തോഷം അവർക്ക് നൽകാൻ പറ്റുമോ അത്രത്തോളം സന്തോഷം അവർക്ക് നൽകുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കണം ഗുഡ് ആക്ടിവിറ്റീസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. സോ ദേ ആർ ട്രൈയിങ് ടു അനലൈസ് ദ കോൺസിക്വൻസസ് ഓഫ് ദാറ്റ് ആക്ടിവിറ്റീസ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് വെറുതെ ഒരു ഗുഡ് ആക്ടിവിറ്റി എന്ന് അഭിപ്രായപ്പെടല്ല, അതിൻ്റെ കോൺസിക്വൻസ്, ആ ഒരു ആക്ടിവിറ്റിയുടെ അനന്തരഫലം എന്താണ് എന്നുകൂടി പരിഗണിച്ചിട്ടാണ് അവരത് ഗുഡാണോ ബാഡാണോ എന്ന് പറയുന്നത്. കാരണം അവരെന്താ പറയുന്നത്, ഈ ഗുഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശ്രമിക്കണം. എന്തിനു വേണ്ടി പരിശ്രമിക്കണം? മാക്സിമം ആളുകൾക്ക് മാക്സിമം ഹാപ്പിനെസ് നൽകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം. അതാണ് യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റ്. അപ്പൊ ഏതൊരു കാഴ്ചപ്പാടുകൾക്കും എതിരായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ അതിൻ്റെ ബിയോണ്ട് ആയിട്ട് വേറെയും കാഴ്ചപ്പാടുകൾ വരും. അപ്പൊ ഇവിടെ ഗുഡ് ഓവർ റൈറ്റ് ആണ്. യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റിൽ വരുന്നത് നന്മ ഏതാ അല്ലെങ്കിൽ ശരി ഏതാ എന്നല്ല, മാക്സിമം ഹാപ്പിനെസ് മാക്സിമം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവിടെയും ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല, ധർമ്മമായിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട കുറേ ആളുകൾ അവർക്ക് വളരെ ചുരുക്കം എണ്ണമുള്ള വേറൊരു മതത്തിൽപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുന്നതാണ് സന്തോഷം എന്ന് വിചാരിക്കാം. അപ്പൊ ആ മാക്സിമം ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം ഈ മൈനോറിറ്റിയെ ഉപദ്രവിക്കുന്നതാണെങ്കിൽ ആ മാക്സിമം ആളുകൾക്ക് മാക്സിമം ഹാപ്പിനെസ് ഉണ്ടാകുന്നു ആ ഉപദ്രവിക്കുന്ന പ്രവൃത്തിയിലൂടെ. പക്ഷെ അത് ധർമ്മമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് റൈറ്റ് ആണ്, നീതിയാണ്, ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഏതൊരു വാദവും നമ്മൾ മുഴുവനായും ശരിയാണ് എന്ന് പറയുന്നില്ല, പക്ഷെ മാക്സിമം ആ ഒരു വാക്കിനോട് നീതി പുലർത്താൻ ഏതൊക്കെ വാദങ്ങളാണ് ശ്രമിക്കുന്നത് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഗുഡ് ഓവർ റൈറ്റ് ആണ്. ചില കാര്യങ്ങൾക്ക് നീതി ഏതാണ്, ധർമ്മം ഏതാണ് എന്നുള്ളതിനേക്കാൾ നമ്മൾ ഈ മാക്സിമം ഹാപ്പിനെസ് എന്നുള്ളൊരു ക്രൈറ്റീരിയയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ആ ചിന്താഗതി പരിപൂർണമായും ശരിയാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചില ഡിയോണ്ടോളജിക്കൽ തിയറി ഉണ്ട്. നീതിശാസ്ത്രപരമായി ചിന്തിക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട്, ഒരു നല്ല ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ഓവർ ഗുഡ് ആയിരിക്കണം.
എല്ലാവർക്കും സന്തോഷം ഉണ്ടാവാന്ന് മാത്രമല്ല, എല്ലാവർക്കും നീതി ഉണ്ടാകുന്ന, എല്ലാവർക്കും ശരി എന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം ഗുഡ് ആക്ടിവിറ്റി എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും അല്ലെങ്കിൽ ഓരോ വ്യൂ പോയിന്റിലും ഗുഡ് എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പലരും പറയുന്ന പെർസ്പെക്റ്റീവ് പലതാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാക്കിന് ഒരു അതിൻ്റെതായ ഒരു നന്മയുണ്ട്, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയുണ്ട്. നല്ല ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നന്മയുണ്ട്. നല്ലത് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ സവിശേഷതകളുണ്ട്. അപ്പോൾ ഈ യൂട്ടിലിറ്റേറിയൻസിൻ്റെ വാദം കുറേയൊക്കെ ആക്സെപ്റ്റബിൾ ആണ്. മാക്സിമം ഹാപ്പിനെസ് മാക്സിമം പീപ്പിളിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കണം ഗുഡ് ആക്ടിവിറ്റി. അപ്പോൾ അവിടെ കോൺസിക്വൻസിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മുഴുവനായും ധർമ്മശാസ്ത്ര രീതിയിൽ അല്ലെങ്കിൽ നീതിശാസ്ത്ര രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അനന്തരഫലത്തെക്കുറിച്ച് ആലോചിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഡു യുവർ ഡ്യൂട്ടി ബെസ്റ്റാണ്. ഏറ്റവും നന്നായി നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കണം. അതല്ലാതെ അതിന് എന്ത് ഫലമുണ്ടാകും എന്ന് ആലോചിച്ചല്ല നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഓരോ പ്രവൃത്തികളും ചെയ്യാറുള്ളത്. അപ്പം നമ്മൾക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടി ഏറ്റവും നന്നായി നമ്മൾ പെർഫോം ചെയ്തിരിക്കണം. അതല്ലാതെ അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടോ ആശങ്കപ്പെട്ടുകൊണ്ടോ അല്ല നമ്മൾ നമ്മുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്തിന് പ്രാധാന്യമില്ല, അവിടെ കോൺസിക്വലിസം അല്ലെങ്കിൽ ആ അനന്തരഫലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റിന് അവിടെ പ്രാധാന്യം ലഭിക്കുന്നില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില വ്യൂ പോയിന്റുകളുടെ ആശയങ്ങൾ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നാം. എന്നാൽ ഒരു വാദങ്ങൾക്കും മുഴുവനായും നമ്മൾക്ക് ഒരു വാക്കിൻ്റെ വിശദീകരണത്തെ നൽകാൻ കഴിയാറില്ല. അപ്പോൾ യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റ് പ്രകാരം മാക്സിമം ഹാപ്പിനെസ് ടു മാക്സിമം പീപ്പിൾ, അതായിരിക്കണം ഗുഡ് ആക്ടിവിറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഡിയോണ്ടോളജിക്കൽ തിയറി പ്രകാരം റൈറ്റ് ഓവർ ഗുഡ് ആണ്. ശരി ഏതാണോ അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഗുഡ്, വാട്ട് കൈൻഡ്സ് ഓഫ് തിങ്സ് ആർ ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അതിനൊരു ഉത്തരമില്ല. പക്ഷെ നമ്മൾക്കറിയാം ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില ആളുകൾ ജഡ്ജ് ചെയ്യുകയാണ്. ജഡ്ജിങ് വൺ ആക്ട് ആസ് ഗുഡ് ഓവർ അതേഴ്സ്. ഒന്നിലധികം പ്രവൃത്തികൾ വരുന്ന സമയത്ത് മറ്റുള്ള പ്രവൃത്തികളെ വെച്ചുകൊണ്ട് അവരെ വിലയിരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് മൂല്യം കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രവൃത്തിയെയാണ് നമ്മൾ എന്ത് പറയാം, ഗുഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിസൺ ആണ് അവിടെ. എല്ലാ ആക്ടിവിറ്റീസിനെയും വാല്യൂസിനെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും വാല്യുബിൾ ആണ് എന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഗുഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ദ വേർഡ് ഗുഡ് ഡിനോട്ട് സം value. Some people select some activities as good by comparing the values of other activities. അതായത് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ 2-3 ആക്ടിവിറ്റികളെ ഒരുമിച്ച് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ഏതാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുവോ അതിനെയാണ് നമ്മൾ നല്ലതായിട്ട് പ്രിഫർ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഗുഡ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോ ആളുകളിലും അവരുടെ വ്യൂ പോയിന്റിനനുസരിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വാല്യൂ, ഇപ്പം നമ്മൾ പറഞ്ഞു വാല്യുബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് പ്രിഫറൻസ് നൽകുന്നു. അപ്പോൾ എന്താണ് വാല്യൂ? ഒരു ആക്ടിവിറ്റിക്ക് എങ്ങനെയാണ് നമ്മൾ വാല്യൂ കണക്കാക്കുന്നത്? 2 രീതിയിൽ കൊടുക്കാം. ഒന്ന്, ഈ ലൈക്കിംഗ് ഓർ പ്രിഫറൻസ്. ഒരു വ്യക്തിക്ക് 2-3 ആക്ടിവിറ്റികളെ ഒരുമിച്ച് നോക്കുന്ന സമയത്ത് ഏതാണോ ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് അത് അവർ ഗുഡായിട്ട് തിരഞ്ഞെടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ടെസ്റ്റുകൾ എഴുതി, ജോലിക്ക് വേണ്ടി കുറേ ടെസ്റ്റുകൾ എഴുതി, അപ്പോൾ ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം വന്നു. അപ്പോൾ 2-3 ജോലികൾക്ക് ഏകദേശം ഒരേ ചാൻസ് ഉണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യും ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ജോലി എന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് പ്രിഫറൻസ് ഇല്ലെങ്കിൽ കൂടി ഒരു ആക്ടിവിറ്റിയെ ഗുഡായി കൺസിഡർ ചെയ്യും. എങ്ങനെയാണ്? വിച്ച് പ്രൊമോട്ട്സ് എ ഗോൾ.
നമ്മൾക്കുള്ള ഒരു ലക്ഷ്യം, നമ്മൾക്ക് നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തിയെ നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഗുഡ് ആക്ടിവിറ്റിയായി കൺസിഡർ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ലക്ഷ്യമാണ് നല്ല ആരോഗ്യം, ഗുഡ് ഹെൽത്ത് ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യും. ആക്ച്വലി നമുക്കത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല, നമ്മുടെ ഇഷ്ടമുള്ള ഫുഡൊക്കെ വേറെ ഏതെങ്കിലും ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ആ ബാലൻസ്ഡ് ഡയറ്റ് ആ ഇഷ്ടമല്ലെങ്കിൽ കൂടി നല്ലൊരു ആക്ടിവിറ്റി ആയി കൺസിഡർ ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ഗോളായിട്ടുള്ള ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ചില പ്രവൃത്തികൾ സബ്ജക്റ്റീവ്ലി, അതായത് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ. പക്ഷേ ആ പ്രവൃത്തിയുടെ ഗുണം, അതിൻ്റെ ലക്ഷ്യം, അതെല്ലാം പരിഗണിച്ചു കഴിയുന്ന സമയത്ത് പല ആക്ടിവിറ്റീസിനെയും നമ്മൾ ഗുഡ് ആക്ടിവിറ്റി ആയി കൺസിഡർ ചെയ്ത് ഫോളോ ചെയ്യാറുണ്ട്. കാരണം എന്താ? അവിടെ നമ്മൾക്ക് ലഭിക്കുന്ന ഗോൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്, നമ്മുടെ ലക്ഷ്യത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ചില പ്രവൃത്തികളെ അല്ലെങ്കിൽ ചില ശീലങ്ങളെയൊക്കെ നമ്മൾ ഇൻട്രൻസിക്കലി ഗുഡാണ് എന്ന് പറയാറുണ്ട്, സ്വതസിദ്ധമായി ശ്രേഷ്ഠമായത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ്, സന്തോഷം. അത് ഏതൊരാൾക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അതൊരു നന്മ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ്. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് കണ്ടീഷൻ ആണത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ സൗന്ദര്യം, സന്തോഷം, സമാധാനം, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഫീലിംഗ് ആണ് തോന്നുന്നത്. അപ്പോൾ സം ആക്ടിവിറ്റീസ് ഓർ ഫീലിങ്സ് ആർ ഇൻട്രൻസിക്കലി ഗുഡ്, സ്വതസിദ്ധമായി അതെന്താണ്? നല്ലതാണ്. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെയല്ല, അവ കാരണം നല്ല റിസൾട്ടുകൾ ഉണ്ടായി എന്ന് വരാം. അത് ഇൻട്രൻസിക്കലി ഗുഡല്ല, ഇൻസ്ട്രുമെൻ്റലി ഗുഡായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈസ. നമ്മൾക്ക് സന്തോഷമായി ജീവിക്കണമെങ്കിലും സമാധാനമായി ജീവിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം? പൈസ വേണം. അപ്പോൾ പൈസ കൂടുതൽ സമ്പാദിക്കുക, അല്ലെങ്കിൽ കുറേ പൈസ എന്ന് പറയുന്നത് ഒരു ഇൻട്രൻസിക്കലി ഗുഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആ പൈസ കൊണ്ട് നമ്മൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരും? ഗുഡായിട്ടുള്ള പല കാര്യങ്ങളും. നമുക്ക് ഹാപ്പിനെസ്, മെൻ്റൽ ഹാപ്പിനെസ്സോ ജീവിത സുഖ സൗകര്യങ്ങളോ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതോ, അതേപോലെ തന്നെ ജീവിതത്തിൽ ശാന്തി വരുത്തുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾക്ക് പലപ്പോഴും പൈസ ആവശ്യമായിട്ട് വരും. അപ്പോൾ പൈസ മൂലം നമ്മൾക്ക് ഗുഡായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കാം. വി ക്യാൻ ക്രിയേറ്റ് ഗുഡ് തിങ്സ് ബൈ യൂസിങ് സംതിങ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ട്രുമെൻ്റലി ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൻസിക്കലി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതസിദ്ധമായി ശ്രേഷ്ഠമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ. എന്നാൽ ഇൻസ്ട്രുമെൻ്റലി ഗുഡ് എന്ന് പറയുമ്പോൾ ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും? ഗുഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഗുഡ് തിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് ഇൻട്രൻസിക്കലി ഗുഡ് അല്ല, ഇൻസ്ട്രുമെൻ്റലി ഗുഡാണ്. സോ തിയറീസ് ഓഫ് ഗുഡിൽ ഇപ്പോൾ നമ്മൾ ഇൻട്രൻസിക്കലി ഗുഡും ഇൻസ്ട്രുമെൻ്റലി ഗുഡും പറഞ്ഞു. അപ്പോൾ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് രണ്ടും ഏകദേശം കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തന്നെയാണ്, സുഖവും സന്തോഷവും എന്നൊക്കെ പറയും. അപ്പോൾ സാധാരണയായി ഇതിൻ്റെ രണ്ടിനെയും മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹോൾ ആൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ്. ദാറ്റ് മീൻസ് എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വെർ വിൽ ഫീൽ ഹാപ്പി ഓർ വി ആർ എൻജോയിങ് സംതിങ്. ഇപ്പോൾ പ്ലഷർ, നമ്മൾക്ക് സുഖം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സിനിമ കാണുമ്പോൾ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും, പ്ലഷർ ഫീൽ ചെയ്യും. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലോങ് ലൈഫുള്ള, അല്ലെങ്കിൽ ഈ ഒരുപാട് പ്ലഷേഴ്സ് കൂടി ചേരുമ്പോഴാണ് നമ്മൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. നല്ല ഗൃഹാന്തരീക്ഷം, നല്ല ജോലി, നല്ല ഭക്ഷണം, നല്ല അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരുപാട് പ്ലഷേഴ്സ്, അങ്ങനെ പീസസ് ഓഫ് പ്ലഷേഴ്സ് കൂടി കൂടി ചേർന്നാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, മെൻ്റൽ സ്റ്റേറ്റിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ പ്ലഷേഴ്സ് എന്ന് പറയുമ്പോൾ ഗുഡ് തന്നെയാണ്, നമ്മൾക്ക് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് പ്ലഷേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് റിമെയിൻസ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കാം.
അത് ഇന്നത്തെ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമുക്ക് മാക്സിമം പ്ലഷർ കിട്ടുന്നു, നല്ല സുഖം അല്ലെങ്കിൽ നല്ല സന്തോഷം തോന്നുന്നു, നമ്മളുടെ ഇഷ്ട ഭക്ഷണം ഇന്ന് ലഭിച്ചു. നാളെ രാവിലെ ആകുമ്പോൾ ഇന്നലെ നല്ല ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മൾക്ക് ആ ഹാപ്പിനെസ് നിലനിന്നോളണം എന്നില്ല. അതാണ് പ്ലഷറിൻ്റെ വ്യത്യാസം. അത് വളരെ കുറച്ച് സമയം നിലനിൽക്കുന്ന ഒന്നാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരുപാട് പ്ലഷർ മൊമെന്റ്സ് കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അനുഭവിക്കാൻ കഴിയുന്നത്. അതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാക്സിമം പ്ലഷറും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ വാസ്തവം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്, ഹെഡോണിസം. ഹെഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖാനുഭൂതി ആശയം എന്നൊക്കെ പറയാം. അക്കോർഡിംഗ് ടു ദിസ് പോയിന്റ് ഓഫ് വ്യൂ ഓർ ദിസ് സ്കൂൾ ഓഫ് തോട്ട്, പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ഈസ് അൾട്ടിമേറ്റ് ഗുഡ് ഓർ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അൾട്ടിമേറ്റ് ഗുഡ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും പരമമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സുഖവും സന്തോഷവും ഉള്ളപ്പോഴാണ് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സുഖവും സന്തോഷവുമാണ് എല്ലാ നല്ല കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്നാണ് ഹെഡോണിസത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മോറൽ വെർച്യൂസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സത്യസന്ധത, അഹിംസ, ധൈര്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇൻട്രൻസിക്കലി ഗുഡല്ല. അതൊക്കെ ഗുഡാണ്, പക്ഷേ ഇൻസ്ട്രുമെൻ്റലി ഗുഡാണ് എന്നാണ് നമ്മൾ ഈ ഹെഡോണിസം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് മാക്സിമം ഹാപ്പിനെസ് ആവുമ്പോഴേ അവിടെ ശ്രേഷ്ഠമായ ഒരു കാര്യമെന്ന് നമുക്ക് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ നല്ലത് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂട്ടിലിറ്റേറിയൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു, മാക്സിമം ആളുകൾക്ക് മാക്സിമം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം ഗുഡ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഈ ഹെഡോണിസത്തിൽ നമ്മൾ അതിൻ്റെ മെയിൻ എസെൻസ് ആയിട്ട് പറയുന്നത്. ഹാപ്പിനെസ്സും പ്ലഷറുമാണ് അൾട്ടിമേറ്റ് ഗുഡ്. അപ്പം ഏതൊരു നല്ല കാര്യവും ഏതൊരു മോറൽ വെർച്യൂവും നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം ആളുകൾക്ക് നന്മയുണ്ടാക്കുമ്പോഴേ അതിനെ നമ്മൾക്ക് നല്ലത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറേജ്, ധൈര്യം നല്ലൊരു ഗുണമാണ്. പക്ഷെ ഒരാളെ കുത്തിക്കൊല്ലാനുള്ള ധൈര്യം നമ്മൾക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾക്കൊരു ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരാൾക്ക് ദോഷമാണ് സംഭവിക്കുന്നത്, ഹാപ്പിനെസ് അല്ല. അപ്പൊ എന്തൊരു മൂല്യവും, ധൈര്യമായിക്കോട്ടെ, അഹിംസയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മോറൽ വെർച്യൂ ആണെങ്കിലും അതിൻ്റെ റിസൾട്ട്, അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം ലോകത്ത് മാക്സിമം ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് ആണ് ഗുഡ്. ഇൻസ്ട്രുമെൻ്റലി ഗുഡ് എന്ന് പറയുന്നത് രണ്ട് കാര്യമേ ഉള്ളൂ, പ്ലഷറും ഹാപ്പിനെസ്സും. ആ വ്യൂ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡോണിസം. അപ്പൊ ഇൻട്രൻസിക്കലി, ഇൻസ്ട്രുമെൻ്റലി അല്ല, ഇൻട്രൻസിക്കലി ഗുഡ് എന്ന് പറയുന്നത്, സ്വതസിദ്ധമായി ഗുഡ് എന്ന് പറയുന്നത് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ആണ്. ബാക്കിയുള്ള മോറൽ വെർച്യൂസ് എല്ലാം ഇൻസ്ട്രുമെൻ്റലി ഗുഡാണ്. അപ്പോൾ ഏത് മോറൽ വെർച്യൂ ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള, അതായത് മാക്സിമം പേർക്കും മാക്സിമം ഹാപ്പിനെസ് നൽകുന്നതാണെങ്കിൽ അതാണ് ഗുഡ്. അപ്പോൾ ലോകത്ത് തന്നെ ഇൻട്രൻസിക്കലി, സ്വതസിദ്ധമായി നല്ലതായിട്ടുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് ഹെഡോണിസം പറയുന്നത്. ആ രണ്ട് കാര്യങ്ങളാണ് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്. അവർ നെക്സ്റ്റ് ടോപ്പിക്, എത്തിക്കൽ പ്ലൂറലിസം. എത്തിക്കൽ പ്ലൂറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ബഹുസ്വരത, അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ ആളുകളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഈ എത്തിക്കൽ പ്ലൂറലിസത്തിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻട്രൻസിക്കലി ഗുഡാണ്, ഇൻസ്ട്രുമെൻ്റലി ഗുഡ്. അപ്പോൾ നോളജ്, അതുപോലെ തന്നെ മോറൽ ക്വാളിറ്റീസ്, ഇവയെല്ലാം എത്തിക്കലി നമ്മൾക്ക് ഇൻട്രൻസിക്കലി ഗുഡാണോ അതോ ഇൻസ്ട്രുമെൻ്റലി ഗുഡാണോ, എങ്ങനെയാണ് നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? ഇപ്പം അറിവ്, നമ്മുടെ ഹെഡോണിസം കൺസെപ്റ്റ് പ്രകാരം അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോറൽ വെർച്യൂ ആണ്. പക്ഷേ അത് റിസൾട്ട് ചെയ്യുന്നത് ഗുഡ് റിസൾട്ടിലല്ലെങ്കിൽ, നന്മയിലല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഇൻട്രൻസിക്കലി ഗുഡ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്.
ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് ഫിസിക്സ് അറിയാം, നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹം ആ അറിവ് ഉപയോഗിക്കുന്നത് ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അറിവിനെ നല്ലത് എന്നുള്ള രീതിയിൽ പറയാൻ കഴിയില്ല. ധർമ്മശാസ്ത്ര ചിന്താഗതി പ്രകാരം നല്ലത് എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഹെഡോണിസക്കാർ എന്ത് പറയുന്നത്, കോൺസിക്വൻസ് നോക്കണം, മാക്സിമം ഹാപ്പിനെസ് മാക്സിമം ആളുകൾക്ക് നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ഗുഡാണോ ബാഡാണോ എന്ന് പറയേണ്ടതെന്ന്. അപ്പം നോളജ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും മോറൽ വെർച്യു ആണെങ്കിലും അത് നല്ല റിസൾട്ടിലും അവസാനിക്കാം, ബാഡ് റിസൾട്ടിലും അവസാനിക്കാം. അതുകൊണ്ടാണ് പല ചിന്തകന്മാരും എന്ത് പറയുന്നത്, നോളജ് എന്നുള്ളതിനെ നമ്മൾക്ക് ഇൻട്രിൻസിക്കലി ഗുഡ് എന്ന് പറയാൻ കഴിയില്ല. അത് ഉപയോഗിക്കുന്നതിലൂടെ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് നല്ലതാണെങ്കിൽ അത് ഇൻസ്ട്രുമെന്റലി ഗുഡാണെന്ന് പറയാൻ കഴിയുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് മോറൽ ക്വാളിറ്റീസ് ആയിട്ടുള്ള ജനറോസിറ്റി, അതേപോലെ അഹിംസ, ഓരോ ഗുണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള മോറൽ ക്വാളിറ്റീസിൽ ഒരാൾക്ക് വേണ്ട സത്യസന്ധത, അറിവ്, ന്യായബോധം, സ്നേഹം, അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും അത് എൻഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് ഇൻട്രിൻസിക്കലി ഗുഡാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അവ മൂലം രണ്ടു തരം റിസൾട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ, ചില സന്ദർഭങ്ങളിൽ ദോഷമായി ഭവിച്ചേക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ഒരിക്കലും നമ്മൾക്ക് സ്വതസിദ്ധമായി അവ നന്മയാണ് ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കഴിയില്ല. അവ നല്ല റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രം നമ്മൾക്ക് എന്ത് പറയാം, ദേ ആർ ഗുഡ് എന്ന് പറയാം. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം ഇൻസ്ട്രുമെന്റലി ഗുഡാണ് എന്നാണ് നമ്മുടെ ഹെഡോണിസം വ്യൂ പോയിന്റുകാരും അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ വ്യൂ പോയിന്റുകാരും എല്ലാം അഭിപ്രായപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഈ മോറൽ ക്വാളിറ്റീസ് എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അവയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ, മാക്സിമം ഹാപ്പിനെസ് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്, അതാണ് സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുഭൂതി എന്നൊക്കെ പറയാം. സാധാരണയായി ഇത് നമ്മൾ സൈക്കോളജിക്കലി ആണ് പറയാറുള്ളത്. ഒരു സെൽഫ് റിയലൈസ്ഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താൻ ആരാണെന്നും താൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കണമെന്നും എല്ലാം നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ളതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ചും പ്ലഷറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തുണ്ട്, ഇൻബോൺ നോളജ് ഉണ്ട്. ജന്മനാ തന്നെ IQ ലെവൽ മറ്റു മൃഗങ്ങളെക്കാൾ കൂടിയ ഒരു ജീവികളാണ് മനുഷ്യന്മാർ. അപ്പോൾ ആ ബുദ്ധി അവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള ആ ബുദ്ധി അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ പ്രവർത്തനങ്ങളുടെ നന്മയും തിന്മയും ഒക്കെ. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം. ഓരോ പ്രവൃത്തികളെയും നമ്മൾ എന്ത് ക്വാളിറ്റീസ് ഫോളോ ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്ന് ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വായിച്ച് തിങ്ക് ആൻഡ് തിങ്ക് എന്നാണ് പറയുന്നത്, ആലോചിച്ച് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമാവോ, അതോ മറ്റുള്ളവർക്ക് മാക്സിമം ഹാപ്പിനെസ് ആണോ ഉണ്ടാകുന്നത്, വേറുള്ളവർക്ക് ഉപകാരമുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. അപ്പൊ അവിടെ നമ്മുടെ ഒരു ഫിലോസഫർ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഐൻ റാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഫിലോസഫർ പറയുന്നുണ്ട്, ഒരു വ്യക്തി ഏറ്റവും ആദ്യം തീരുമാനമെടുക്കേണ്ടത് അതല്ലെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം ജീവിക്കുന്നുണ്ടോ ഇല്ലയോ, എക്സിസ്റ്റൻസ്, നമ്മൾ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു അവസ്ഥ വരുമ്പോൾ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ മൂല്യങ്ങൾ ഫോളോ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നതിനെ കുറിച്ച് എല്ലാം വിലയിരുത്താനുള്ള കഴിവ് നമ്മൾക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളൊരു റാഷണൽ തിങ്കിങ് നടത്തി ഏതൊക്കെ മോറൽ വെർച്യൂസിനെ ഫോളോ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഏറ്റവും നല്ല ഗുഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി മനുഷ്യനുണ്ട്.
അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. അപ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ഏതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫേവറബിൾ, നമ്മുടെ ലൈക്കിംഗ് ഒക്കെ നോക്കിയിട്ടാണ്, പ്രിഫറൻസ് നോക്കിയാണ് പല ആക്ടിവിറ്റീസിനെയും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇതാണ് ഗുഡ് എന്ന് പറയാറുള്ളത് എന്ന്. അപ്പോൾ നമ്മളുടെ പ്രിഫറൻസ് കറക്റ്റായി ഇവാലുവേറ്റ് ചെയ്യാനും മാക്സിമം മറ്റുള്ളവർക്ക് നന്മ വരുന്ന രീതിയിൽ ജീവിക്കാനും അങ്ങനെയുള്ള പ്രവർത്തികളെ ആക്സെപ്റ്റ് ചെയ്യാനും മനുഷ്യന്മാർക്ക് കഴിയണം. അപ്പോൾ സെൽഫ് റിയലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയണം. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴേ നമ്മൾക്ക് എന്ത് ലഭിക്കുന്നുള്ളൂ? ആത്മാനുഭൂതി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് തിയറീസ് ഓഫ് ഗുഡ്നെസ് ആണ്. ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് എന്ന് പറയുന്നതിനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് പറയുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഓരോ ചിന്തകന്മാരെയും അതിനെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്.